ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു സദ്യ അവിയൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേന നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ്, ബീൻസ്, അതേപോലെ വെള്ളരി, വാഴക്ക, മുരിങ്ങ, പിന്നെ ഒരു 4-5 പീസ് പാവക്കം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള 3 പച്ചമുളകാണ് കേട്ടോ എടുത്തത്. അതുകൂടാതെ 1/2 സ്പൂൺ ജീരകം, ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ ഒരു കപ്പ് തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം മാത്രമേ നമ്മളിത് വേവിക്കാൻ വേണ്ടി വെക്കുന്നുള്ളൂ. ഇത് വേവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വെക്കാം. നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഏകദേശം ഒരു 5 മിനിറ്റ് ആവശ്യം വരും നമ്മൾക്ക്. അതിനുശേഷം നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർക്കാം. നല്ല പേസ്റ്റാക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തരിതരിപ്പോട് കൂടെ അരച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ തേങ്ങ അരച്ചതും അതിൻ്റെ കൂടെ 1/2 കപ്പോളം തൈരും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത്. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇതുപോലെ സൈഡിൽ ബബിൾസ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയായി. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.